നമസ്കാരം വീട്ടി സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം. മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ ഇന്ന് നമുക്ക് റിസൾട്ട് വന്ന കമ്പനികൾ അനലിസ്റ്റ് നൽകുന്ന വ്യൂ കൂടി നോക്കാം. മാർക്കറ്റിൽ നിന്ന് ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് സ്റ്റാർട്ടാണ് നൽകിയിരിക്കുന്നത്. 25,000 എന്നൊരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. 25,000 എന്നൊരു ലെവൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ റിലയൻസിൻ്റെ ഓഹരികൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന് അപ്പുറത്തെ മറിച്ച് വിപരീതമായ ഒരു ഇടിവാണെന്ന് കാണാൻ സാധിക്കുന്നത്. പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് റിലയൻസ് ഓഹരികളിൽ കാണുന്നത്. HDFC ICICI ബാങ്ക് ഓഹരികൾക്ക് നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. പക്ഷേ റിലയൻസിൻ്റെ ആ ഒരു ഇടിവ് കാര്യമായൊരു മുന്നേറ്റം രേഖപ്പെടുത്തേണ്ട നിഫ്റ്റിയിൽ ഒന്ന് ഡ്രാഗ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 24,999 എന്ന റേഞ്ചിലാണ് ഓപ്പണിംഗ് നൽകിയത്. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇൻട്രാഡേ ഹൈ 25,079 ആണ്. 24,882 ആദ്യം മിനിറ്റുകളിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇൻട്രാഡേ ലോ എന്ന് പറയുന്നത്. ഇടിവ് രേഖപ്പെടുത്തുന്ന ഓഹരികൾ നോക്കുകയാണെങ്കിൽ എറ്റേണൽ, റിലയൻസ്, അതോടൊപ്പം തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്ക് ഓഹരികളിലൊക്കെ തന്നെ നമുക്ക് വലിയ തോതിലൊരു ഇടിവ് കാണുന്നുണ്ട്. ഇൻഡസ്ഇൻഡ് ബാങ്ക് ഓഹരികളെ സംബന്ധിച്ച് ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് അവരുടെ റിസൾട്ട് അനൗൺസ് ചെയ്യാനിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാങ്ക് ഇപ്പോൾ ഒരു ബോർഡ് യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഫണ്ട് റൈസിങ്ങുമായി ബന്ധപ്പെട്ട യോഗത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരം അപ്ഡേഷൻസ് ഒക്കെ ഇൻഡസ്ഇൻഡ് ബാങ്ക് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇൻഡസ്ഇൻഡ് ബാങ്കിൽ ഇന്നിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4% ഒരു നഷ്ടം കാണാൻ സാധിക്കുന്നുണ്ട്. റിലയൻസ് ഇന്ന് ഇടിവിൽ തന്നെയാണ്. 2% അടുത്ത ഇടിവ് റിലയൻസ് ഓഹരികൾ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട നിഫ്റ്റി 50 ഓഹരികൾ ഭൂരിഭാഗം ഓഹരികളും ഇന്നൊരു നെഗറ്റീവ് ട്രെൻഡ് തന്നെയാണ് തുടരുന്നത്. പക്ഷേ ICICI ബാങ്ക്, HDFC ബാങ്ക് പോലുള്ള ബാങ്കിങ് ഓഹരികളുടെ മുന്നേറ്റം ഒരു പരിധി വരെ വലിയ ഇടിവിലേക്ക് പോകാതെ നിഫ്റ്റിയെ പിടിച്ചു നിർത്തുന്നുണ്ടെന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നല്ലൊരു മൂവ്മെന്റ് കാണുന്നുണ്ട്. 491 പോയിന്റിന്റെ മുന്നേറ്റമാണ് നിഫ്റ്റി ബാങ്ക് സൂചികയിൽ കാണുന്നത്. ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികളിലെ പ്രൈവറ്റ് ബാങ്ക് സൂചികയിൽ അതോടൊപ്പം തന്നെ PSU ബാങ്ക് അങ്ങനെയുള്ള ബാങ്കിങ് ഓഹരികളെ സംബന്ധിച്ച് ഒരു നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ബ്രോഡർ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. മിഡ് ക്യാപ് 100 200 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. എന്നാൽ സ്മോൾ ക്യാപ് സൂചിക ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇന്നത്തെ ഒരു ഇൻട്രാഡേയിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ഇൻട്രാഡേ ഹൈ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 25,255 എന്ന റേഞ്ചിലെ റെസിസ്റ്റൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ 24,742 എന്നുള്ള ഒരു റേഞ്ചിലാണ് ഒരു സപ്പോർട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 24,500 എന്ന റേഞ്ചിലായിരിക്കും അടുത്തൊരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇന്നത്തെ ഒരു ഇൻട്രാഡേയിൽ 24,882 ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ലോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് 24,800 എന്നൊരു ലെവലിലും സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്സൈഡ് 25,100 എന്ന റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ നമ്മൾ ആദ്യം വാച്ച് ചെയ്യേണ്ട ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25,100 എന്നൊരു ലെവലുമാണ്. ഇനി നമ്മൾ കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് കടക്കുന്നില്ല. നമുക്കിന്ന് കുറേയധികം സ്റ്റോക്കുകൾ കവർ ചെയ്യാം. റിസൾട്ട് വന്ന സ്റ്റോക്കുകളിൽ അനലിസ്റ്റുകൾ നൽകുന്ന ഒരു വ്യൂ ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കിയിരിക്കുന്ന ഒരു ഓഹരികൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലാർജ് ക്യാപ്പ് ഓഹരികളാണ് അല്ലേ. അതിന് റിസ്ക് കുറവാണ്. സോ കഴിഞ്ഞ സെഷനിൽ റിസൾട്ട് വന്ന HDFC, ICICI ഒപ്പം തന്നെ റിലയൻസ് ഓഹരികളിലെ അനലിസ്റ്റുകൾ നൽകുന്ന വ്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ റിലയൻസിൻ്റെ കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 37 അനലിസ്റ്റുകളിൽ 92% അനലിസ്റ്റുകളും ഓഹരിന്മേലൊരു പോസിറ്റീവ് അപ്രോച്ച് തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ബൈ എന്നൊരു ഇനിഷ്യേറ്റീവ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നുവാമ ആണ് ഇതിൽ ഏറ്റവും ഉയർന്ന ടാർഗറ്റ് പ്രൈസ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതിനു മുൻപ് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകിയപ്പോൾ 1,801 രൂപ വരെ എത്താനുള്ള ഒരു പൊട്ടൻഷ്യൽ ഓഹരിക്കുണ്ട് എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു ടാർഗറ്റ് പ്രൈസ് കുറച്ചിട്ടുണ്ട്. 1,767 രൂപയാണ് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ. അതായത് നിലവിലൊരു കറന്റ് മാർക്കറ്റ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ 20% അധികം ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ റിലയൻസിന്റെ ഓഹരികൾക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആക്സിസ് ക്യാപിറ്റൽ ആണ് അടുത്ത ഒരു ബ്രോക്കറേജ്. 1,764 രൂപയിലേക്ക് ഇപ്പോൾ അവരുടെ ടാർഗറ്റ് പ്രൈസ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ റിസൾട്ടിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ബ്രോക്കറേജിന്റെ വ്യൂ മാത്രം മനസ്സിലാക്കാം. മോർഗൻ സ്റ്റാൻലി ഇത്തരത്തിൽ അവരൊരു ഓവർവെയ്റ്റ് എന്ന സ്റ്റാൻസ് പങ്കുവച്ചിട്ടുണ്ട്. 1,617 രൂപയിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യലാണ് ഇപ്പോൾ മോർഗൻ സ്റ്റാൻലി ഷെയർ ചെയ്യുന്നത്. ജെഫറീസ് ഇപ്പോൾ ഓഹരിക്ക് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ 1,700 രൂപയാണ് 1,726 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകുന്നത്. നോമുറയും ബൈ എന്ന ഇനിഷ്യേറ്റീവാണ് നൽകുന്നത്. പക്ഷേ 1,600 രൂപയാണ് നോമുറ നൽകുന്ന ഒരു ടാർഗറ്റ് പ്രൈസ്. HSBCയും റിലയൻസിന് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട്. 1,630 രൂപയാണ് ഇപ്പോൾ HSBC നൽകുന്ന ഒരു ടാർഗറ്റ് പ്രൈസ്. 37 അനലിസ്റ്റുകളിൽ 34 അനലിസ്റ്റും ബൈ എന്ന ഇനിഷ്യേറ്റീവാണ് നൽകിയിരിക്കുന്നത്. 2 അനലിസ്റ്റുകൾ സെൽ എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു അനലിസ്റ്റ് ഹോൾഡ് എന്ന റെക്കമെൻഡേഷനുമാണ് പങ്കുവച്ചിരിക്കുന്നത്.
ICICI ബാങ്കിൻ്റെ കാര്യം നോക്കാം. കഴിഞ്ഞ ഒരു സെഷനിൽ മാർച്ച് ക്വാർട്ടറിലെ റിസൾട്ട് വന്ന സമയത്തും ICICI ബാങ്കിന് ഒരു സെൽ റെക്കമെൻഡേഷൻ പോലും ലഭിച്ചിരുന്നില്ല. നല്ലൊരു പൊട്ടൻഷ്യലാണ് ICICI ബാങ്കിന് ലോങ് ടേമിലേക്കാണെങ്കിലും മീഡിയം ടേമിലേക്കാണെങ്കിലും ഒക്കെ തന്നെ അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ ഒന്നാം പാദ ഫലങ്ങൾ വന്നതിന് ശേഷവും ഒരു അനലിസ്റ്റ് പോലും സെൽ എന്ന റെക്കമെൻഡേഷൻ ICICI ബാങ്കിന് നൽകുന്നില്ല. നല്ലൊരു പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. 52 അനലിസ്റ്റുകളിൽ 49 അനലിസ്റ്റുകളും ഇപ്പോൾ ഓഹരിക്ക് ബൈ എന്ന ഇനിഷ്യേറ്റീവാണ് നൽകുന്നത്. ശേഷിക്കുന്ന 3 അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട്. CLSA ഇതിൽ ഔട്ട് പെർഫോമൻസ് എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. 1700 രൂപയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ. നോമുറ ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ 1740 രൂപ വരെ ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ബേൺസ്റ്റൈൻ മാർക്കറ്റ് പെർഫോം എന്ന റേഞ്ചാണ് നൽകിയിരിക്കുന്നത്. 1440 രൂപയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു ടാർഗറ്റ് പ്രൈസ്. ഗോൾഡ്മാൻ സാറ്റ്സ് ന്യൂട്രൽ എന്ന സ്റ്റാൻസ് ആണ് ICICI ബാങ്കിന് നൽകുന്നത്. 1660 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകുന്നത്. നുവാമ ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട്. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് ഇപ്പോൾ ഓഹരിക്ക് ടാർഗറ്റ് പ്രൈസ് നൽകുന്നത് 1670 രൂപ എന്ന റേഞ്ചിലാണ്. ജെഫറീസ് 1760 രൂപ എന്ന റേഞ്ചിൽ ഇപ്പോൾ ഒരു ടാർഗറ്റ് പ്രൈസ് നൽകുന്നുണ്ട്. ഇനി HDFC ബാങ്കിൻ്റെ കാര്യം നോക്കാം. HDFC ബാങ്കിലും 49 അനലിസ്റ്റുകളിൽ ഒരു അനലിസ്റ്റ് പോലും സെൽ എന്ന റെക്കമെൻഡേഷൻ നൽകിയിട്ടില്ല. തീർച്ചയായിട്ടും ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നമുക്ക് വിശ്വസിക്കാവുന്ന അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാൻ എല്ലാ അനലിസ്റ്റുകളും ശുപാർശ ചെയ്യുന്ന കുറച്ച് ലാർജ് ക്യാപ്പ് ഓഹരികളിൽ ഒന്ന് തന്നെയാണ് HDFC ബാങ്ക്, ICICI ബാങ്ക്, റിലയൻസ് പോലുള്ള ഓഹരികൾ. ഇത്തരം ഓഹരികൾ നമുക്ക് മാക്സിമം ബൈ ഓൺ ഡിപ്സ് എന്ന സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓഹരികൾ കൂടിയാണ്. അതായത് എത്രത്തോളം ഓഹരികളിൽ ഇടിവ് കാണുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യലുള്ള ഓഹരികളാണ് റിലയൻസ്, HDFC, ICICI പോലുള്ളത്. HDFC ബാങ്കിൻ്റെ കേസിൽ നോമുറ ബൈ റെക്കമെൻഡേഷൻ നൽകുമ്പോൾ 2190 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. നുവാമയും ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ 2270 രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ബേൺസ്റ്റൈൻ ബൈ എന്ന റെക്കമെൻഡേഷനാണ് നൽകുന്നത്. 2300 രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഓഹരിക്കുണ്ടെന്ന് കരുതുന്നുണ്ട്. 49 അനലിസ്റ്റുകളിൽ 46 അനലിസ്റ്റും HDFC ബാങ്കിന് ബൈ എന്ന ഇനിഷ്യേറ്റീവാണ് നൽകുന്നത്. പിന്നെയുള്ള 3 അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റെക്കമെൻഡേഷനാണ് നൽകിയിരിക്കുന്നത്. HDFC ബാങ്കിനും സെൽ എന്ന റെക്കമെൻഡേഷൻ ഈ ഒരു Q1 റിസൾട്ട് വന്നതിന് ശേഷം ലഭിച്ചിട്ടില്ല. ഇനി RBL ബാങ്കിന് സിറ്റി നൽകുന്ന ഒരു വ്യൂ നോക്കാം. ടാർഗറ്റ് പ്രൈസ് 300 രൂപ കൊടുത്തിട്ടുണ്ട്. ബൈ എന്ന ഇനിഷ്യേറ്റീവാണ് നൽകിയിരിക്കുന്നത്. ഇനി IIFലും RBL ബാങ്കിന് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട്. ടാർഗറ്റ് പ്രൈസ് 300 രൂപയാണ് നൽകിയിരിക്കുന്നത്. 300 രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബന്ധൻ ബാങ്കിൻ്റെ ഓഹരികളിൽ ജെഫറീസ് ഇപ്പോൾ റിവ്യൂ പങ്കുവച്ചിട്ടുണ്ട്. ബന്ധൻ ബാങ്കിനെ സംബന്ധിച്ച് ടാർഗറ്റ് പ്രൈസ് ഉയർത്തിയിട്ടുണ്ട്. 215 രൂപയിലേക്കാണ് ടാർഗറ്റ് പ്രൈസ് ഉയർത്തിയിരിക്കുന്നത്. ബൈ എന്ന ഇനിഷ്യേറ്റീവാണ് നൽകിയിരിക്കുന്നത്. ഗ്ലോബൽ ബ്രോക്കറേജ് ആയിട്ടുള്ള ജെഫറീസ് ആണ് നൽകിയിരിക്കുന്നത്. ഇനി മക്വയറി എന്ന ബ്രോക്കറേജ് ബന്ധൻ ബാങ്കിന് ഔട്ട് പെർഫോമൻസ് എന്ന റേറ്റിംഗ് ആണ് നൽകുന്നത്. 210 രൂപ വരെ എത്താനുള്ള സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. CLSAയും ഓഹരിക്ക് ബൈ എന്ന ഇനിഷ്യേറ്റീവാണ് നൽകുന്നത്. അതും ഹൈ കൺവിക്ഷൻ ഔട്ട് പെർഫോമൻസ് എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. 220 രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഓഹരിക്ക് ഉണ്ട് എന്നാണ് ഇപ്പോൾ CLSAയും വിലയിരുത്തുന്നത്. ഇനി മറ്റ് സ്റ്റോക്കുകൾ കൂടി നോക്കാം. അതിൽ മോർഗൻ സ്റ്റാൻലി L&T ഫിനാൻസിന് ഇപ്പോൾ അണ്ടർവെയ്റ്റ് എന്ന സ്റ്റാൻസ് ആണ് നൽകുന്നത്. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത് 132 രൂപയാണ്. ജെഫറീസ് സൺടെക് റിയലിറ്റി ഓഹരിമേൽ ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട്. 575 രൂപയാണ് ജെഫറീസ് നൽകുന്ന ഒരു ടാർഗറ്റ് പ്രൈസ്. DLFന്മേലും ജെഫറീസ് ഇപ്പോൾ ഒരു വ്യൂ പങ്കുവച്ചിട്ടുണ്ട്. ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ 1000 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ഇന്ത്യ മാർട്ട് ഇപ്പോൾ അണ്ടർ പെർഫോമൻസ് എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ജെഫറീസ് 2150 രൂപയിലേക്ക് ടാർഗറ്റ് പ്രൈസ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അണ്ടർ പെർഫോമൻസ് എന്ന റേറ്റിംഗ് ആണ് നൽകിയതെങ്കിൽ പോലും 2150 രൂപ എന്നൊരു ടാർഗറ്റ് പ്രൈസ് ആണ് ഇപ്പോൾ നൽകുന്നത്. ചില കൺസേൺസ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അണ്ടർ പെർഫോമൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന വ്യൂ പങ്കുവയ്ക്കുന്നത്. പക്ഷേ ടാർഗറ്റ് വില ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ് മറ്റൊന്ന്. സിറ്റി എന്ന ബ്രോക്കറേജ് ന്യൂട്രൽ എന്ന സ്റ്റാൻസ് നൽകിയിട്ടുണ്ട്. 850 രൂപയിലേക്ക് ടാർഗറ്റ് പ്രൈസ് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപ് 873 എന്ന റേഞ്ചിലാണ് ടാർഗറ്റ് പ്രൈസ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇൻവെസ്റ്റെക് എന്ന് പറഞ്ഞ ബ്രോക്കറേജ് സോന BLW പ്രസിഷൻ ഫോർജിങ്സ് എന്ന ഓഹരിയിലും ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട്. 500 രൂപയിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ ഈ ഒരു ഓഹരിക്ക് ഉണ്ടെന്നാണ് ഇപ്പോൾ ഈ ഒരു ബ്രോക്കറേജ് കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ JSW സ്റ്റീൽ നല്ലൊരു നമ്പേഴ്സ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ CLSA അണ്ടർ പെർഫോമൻസ് എന്ന റേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. 890 രൂപയാണ് നൽകുന്ന ഒരു ടാർഗറ്റ് പ്രൈസ്. 880 രൂപയാണ്
ഇതിനു മുൻപ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതായത് ടാർഗറ്റ് പ്രൈസ് ഉയർത്താൻ വേണ്ടിയിട്ട് CLSA ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ സിറ്റി ഇപ്പോൾ സെൽ എന്ന റെക്കമെൻഡേഷനാണ് നൽകുന്നത്. പക്ഷെ ടാർഗറ്റ് പ്രൈസ് 880 രൂപയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സിറ്റി പറയുന്നത്. സോ ഇതൊക്കെയാണ് ഇന്നിപ്പോൾ റിസൾട്ടിൻ്റെ ബേസിൽ ബ്രോക്കറേജുകൾ വ്യൂ പങ്കുവച്ചിട്ടുള്ള കുറച്ച് ഓഹരികൾ. കുറേയധികം ഓഹരികൾക്ക് നല്ല മികച്ച പെർഫോമൻസും അതുപോലെ തന്നെ നല്ലൊരു അപ്സൈഡ് പൊട്ടൻഷ്യലും പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഈ Q1 നമ്പേഴ്സ് നോക്കുന്ന സമയത്ത് തന്നെ പല ഓഹരികൾക്കും മികച്ച നമ്പേഴ്സ് ഇപ്പോൾ വന്നതിൽ കുറേ കമ്പനികൾക്ക് മികച്ച നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഓഹരികൾക്ക് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ ലാർജ് ക്യാപ്പ് ഓഹരികൾ നമുക്ക് ഒരു ലോങ് ടേം പേഴ്സ്പെക്റ്റീവിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അതല്ലാത്ത ഓഹരികൾ നമ്മൾ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ വിദഗ്ധരുടെ നിർദ്ദേശം തേടാൻ വേണ്ടിയിട്ട് മറക്കരുത്.